ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ സംരംഭം ചിൽഡ്രൻസ് വില്ലേജ് 6-ന് ആരംഭിക്കും. ചാവറ സ്പെഷ്യൽ സ്കൂളിന്റെയും പ്രാർത്ഥന ഫൗണ്ടേഷന്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ചിൽഡ്രൻസ് വില്ലേജ് തുടങ്ങി. ബുദ്ധി, ചലന, കാഴ്ച, ശ്രവണ പരിമിതികളെ ലഘൂകരിക്കുന്നതിനുള്ള ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ സേവനങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിമിതികൾ കണ്ടെത്തി പരിശീലനത്തിലൂടെ അത് ലഘൂകരിക്കുക എന്നതാണ് ചിൽഡ്രൻസ് വില്ലേജിന്റെ ലക്ഷ്യം. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായും ഇവിടെ പരിശീലനം നൽകുക. ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിട്ടുള്ള വ്യത്യസ്തമായ തെറാപ്പികളിലൂടെയാണ് ഇവർ ഇവിടെ പരിശീലനം നൽകുക. ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടനം 7-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നടക്കും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ MLA അധ്യക്ഷത വഹിക്കും. കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രാർത്ഥന ഫൗണ്ടേഷൻ ഇതിലേക്ക് കടന്നു വരുന്നത് ചാവറ സ്പെഷ്യൽ സ്കൂളിലേക്ക്. അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വൈകല്യത്തോടു കൂടി ജനിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട പ്രതിനിധിയോടുകൂടി തെറാപ്പികൾ യഥാസമയത്ത് നൽകിക്കൊണ്ട് അവരെയും സമൂഹത്തിൽ സാധാരണ ആളുകളെ പോലെ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചിൽഡ്രൻസ് വില്ലേജ് എന്നുള്ള ആശയം പ്രാർത്ഥന ഫൗണ്ടേഷൻ മുന്നോട്ട് വെച്ചു. പ്രാർത്ഥന ഫൗണ്ടേഷനെ പറ്റി നിങ്ങൾക്കറിയാം, പറവൂര് ആസ്ഥാനമാക്കി നന്ദ്യാട്ടുകുന്നത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്, NGO ആണ്. നമുക്ക് ഇതിനുള്ള ഫണ്ടുകൾ മുഴുവൻ നൽകിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ് മുഴുവനായിട്ടും ഈ ചിൽഡ്രൻസ് വില്ലേജിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ നടക്കുന്നത് ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, മറ്റേ റെമഡിയൽ ടീച്ചിങ്. അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സാധാരണ കുട്ടികളോടൊപ്പം തന്നെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ചില കുട്ടികൾക്ക്. അപ്പോൾ അതിനെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു സാവകാശത്തിൽ കുട്ടികളെ റെമഡിയൽ ടീച്ചിങ്ങിലൂടെ 10ാം ക്ലാസ് വരേക്ക് പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ലേണിംഗ് ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിച്ച് അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതമാതൃക ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തത് ബോർഡിങ്ങാണ്. പെൺകുട്ടികൾ അവർക്ക് വേണ്ടിയുള്ള 35-40 കുട്ടികൾ ഇവിടെ ബോർഡിങ്ങിൽ പഠിക്കുന്നുണ്ട്, പരിശീലനം നേടുന്നുണ്ട്. അപ്പോൾ അത് പേരൻസിന് വലിയൊരു ആശ്രയ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ 4ാമത്തെ സംരംഭമാണ് ചിൽഡ്രൻസ് വില്ലേജ്. അതെനിക്ക് തോന്നുന്ന സ്പെഷ്യൽ സ്കൂളിൻ്റെ വലിയൊരു സ്വപ്നമാണ്. കാരണം ഇവിടെ വരുന്ന കുട്ടികൾ പലപ്പോഴും അവരുടെ വൈകല്യ പരിമിതികൾ കണ്ടെത്തും വളരെ വൈകിയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തുവാണെങ്കിൽ, അതിന് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അവരുടെ പരിമിതികളെ വളരെ എളുപ്പം ലഘൂകരിക്കാൻ സാധിക്കും. അതിന് പ്രാർത്ഥന ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വളരെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആദരണീയായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന റവറൻ ഫാദർ ജോബി കോഴിക്കോട്, പ്രൊജക്ട് കോർഡിനേറ്റർ പ്രാർത്ഥന ഫൗണ്ടേഷൻ ജിജ കുര്യൻ, റവറൻ സിസ്റ്റർ ജസ്ലിൻ എബ്രഹാം, ചാവറ സ്പെഷ്യൽ സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ ജിൽസി, മദർ സുപ്പീരിയർ സെന്റ് തെരേസസ് കോൺവെന്റ് കൂനമാവ്, റവറൻ സിസ്റ്റർ ജിത തോമസ്, പ്രിൻസിപ്പൽ ചാവറ സ്പെഷ്യൽ സ്കൂൾ, മേഘ യു ബോർഡിൽ കോർഡിനേറ്റർ ചിൽഡ്രൻസ് വില്ലേജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.